തിരഞ്ഞെടുപ്പ് കാലമാണ്. സ്വാഭാവികമായും ഭരിക്കുന്ന സർക്കാരിനെതിരെ വലിയ തോതിൽ ആരോപണങ്ങൾ ഉയർന്നു വരേണ്ട സമയം. അതും 5 വർഷത്തെ സർക്കാരല്ല, 10 വർഷത്തെ സർക്കാർ. ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും. മന്ത്രിമാർ മാറിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. നയങ്ങൾ മാറിയിട്ടില്ല, നിലപാട് മാറിയിട്ടില്ല, മുഖ്യമന്ത്രി മാറിയിട്ടില്ല. സ്വാഭാവികമായും 10 വർഷം കേരളം ഭരിച്ച ഒരു സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ, സർക്കാർ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുള്ള പ്രതിഷേധങ്ങൾ ഒക്കെ വലിയ തോതിൽ ഉയർന്നു വരേണ്ട സമയമാണ്. പ്രതിപക്ഷമാണ് അത് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. പക്ഷേ ഒന്നുമില്ലാതെ ശൂന്യതയിൽ നട്ടം തിരിയുന്ന പ്രതിപക്ഷത്തെയാണ് കാണുന്നത്. BJP സർക്കാർ ഇടയ്ക്കിടയ്ക്ക് ചിലതൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നത് മാത്രമേ വഴിയുള്ളൂ UDF മുന്നിൽ. അതാണ് UDF ചെയ്യുന്നതും. BJP സർക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ടുകൊടുക്കും, അത് കയറി പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് BJP ഓഫീസിലേക്ക് നോക്കി നിൽക്കുന്ന കേരളത്തിലെ UDF-നെയാണ്, കോൺഗ്രസിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. അത് ഇന്ന് തുടങ്ങിയതല്ല, നേരത്തെ തുടങ്ങിയതാണ്. ഏറ്റവും ഒടുവിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാം എന്നത് ഇൻവെർട്ടർ കോമയിലാണ്, ആഞ്ഞടിക്കാൻ ലഭിച്ച ഒരു വിഷയമായിരുന്നു ശബരിമല. ഇപ്പോൾ എവിടെയെത്തി? ശബരിമലയെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് തന്ത്രിയിലാണ്. തന്ത്രിയിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത് എന്നതാണ് ഏറ്റവും ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയ വിവരം. അതോടുകൂടി കോൺഗ്രസ് വിട്ടു, BJP വിട്ടു. ആരാണ് ശബരിമലയെ കൊള്ളയടിച്ചത്? അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കയറി പിടിച്ചാൽ BJPക്ക് ദോഷം ചെയ്യും, UDF-ന് ദോഷം ചെയ്യും. അതുകൊണ്ട് അക്കാര്യം മിണ്ടുന്നില്ല, എല്ലാം അവസാനിപ്പിച്ചു. അപ്പോഴാണ് എന്തെങ്കിലും കൊടുക്കേണ്ടേ UDF-ന്, എന്തെങ്കിലും ചെയ്യണ്ടേ UDF? ആർക്കാണ് ഏറ്റവും കൂടുതൽ ആദി? അത് UDF-നല്ല, UDF നേതാക്കൾക്കുമല്ല. ഏറ്റവും കൂടുതൽ ടെൻഷൻ, തലവേദന അനുഭവിക്കുന്നത് മലയാള മനോരമയാണ്. അങ്ങനെ മലയാള മനോരമ പുതിയ ആയുധവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ആലോചിച്ച് നോക്കണം, ഈ സർക്കാരിനെതിരെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു ആരോപണം, അഴിമതി ആരോപണം, അത് തെളിയിക്കാൻ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ കേരളത്തിലെ UDF-ന്? പല അഴിമതി ആരോപണവുമായി കോടതിയെ സമീപിച്ചു. ആര് പോയത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. VD സതീശൻ തന്നെ കോടതിയെ പോയ കേസുണ്ട്. ഹൈക്കോടതി കേസ് എടുത്ത് കൊട്ടയിലിട്ടു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു, ഇതാ ഞങ്ങൾ അപ്പീൽ പോകും എന്ന്. കോടതിക്ക് തെറ്റുപറ്റിയതാണ്, ഞങ്ങൾ അപ്പീൽ പോകും എന്ന്. മാസങ്ങൾ കഴിഞ്ഞു, അപ്പീൽ പോകേണ്ട സമയപരിധിയും കഴിഞ്ഞു. അതോടുകൂടി അതും വേണ്ടെന്ന് വെച്ചു. കേസിനെ കുറിച്ച് പിന്നീട് മിണ്ടാതായി. മാധ്യമങ്ങളും അത് ഒഴിവാക്കി. കാരണം UDF-ന് പോർലേൽപ്പിക്കുന്ന ഒരു വാർത്ത പോലും, ഒരു നീക്കം പോലും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ നടത്തില്ല. അതുകൊണ്ടാണ് UDF-ന്റെ ഘടകകക്ഷിയാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെ P. രാജീവ് വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ പരിലാളന, ഈ കരുതൽ നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ, ആരുടെ? മാധ്യമങ്ങളുടെ പരിലാളന, കരുതൽ UDF-ന് ലഭിച്ചില്ല എങ്കിൽ, ലഭിക്കുന്നില്ല എങ്കിൽ എന്താണ് UDF-ന്റെ സ്ഥിതി? എന്തായിരിക്കും UDF-ന്റെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ സ്ഥിതി എന്ന് ചോദിച്ചത് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവാണ്. അത് തന്നെയാണ് ഇവിടെ എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് UDF-ന്. മാധ്യമങ്ങൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന്. പക്ഷേ ഇത്തരം പൊയ്വെടികൾ പൊട്ടിച്ച് UDF-നെ തന്നെ പ്രതിസന്ധിയിലാക്കുകയാണോ? പിണറായി വിജയനെ സഹായിക്കുകയാണോ മാധ്യമങ്ങൾ? LDF-നെ സഹായിക്കുകയാണോ മാധ്യമങ്ങൾ? ഈ ചോദ്യവും കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പിണറായി വിജയന് ഷോക്കോസ് നോട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന വാർത്ത, മനോരമ ന്യൂസ് ബ്രേക്ക് ചെയ്ത വാർത്ത, ആ വാർത്ത ഏറ്റെടുക്കാൻ കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ തയ്യാറായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വളരെ മയത്തിലാണ് മറുപടി പറഞ്ഞത്. കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന കേസാണ് എന്നും അന്ന് തന്നെ ഞങ്ങൾ ഇക്കാര്യം പറഞ്ഞതാണ് എന്നും, എന്നാൽ ഇന്നിതാ അത് ശരിയായിരിക്കുന്നു എന്നും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് രമേശ് ചെന്നിത്തല. പക്ഷേ രമേശ് ചെന്നിത്തല മനസ്സിലാക്കാത്ത കാര്യം, അദ്ദേഹം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ED തള്ളിക്കളഞ്ഞിരിക്കുന്നു, അന്വേഷണ ഏജൻസി നിരാകരിച്ചിരിക്കുന്നു. ഒറ്റ സ്ഥലത്ത് മാത്രമാണ് കുറ്റം കണ്ടെത്തിയിരിക്കുന്നത് ED. അത് മസാല ബോണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങിക്കാൻ കഴിയില്ല എന്ന് അക്വയർ ചെയ്യുകയാണ് ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാം.
അക്വയർ ചെയ്യുന്ന ഘട്ടത്തിൽ RBI അനുമതി നൽകിയിരുന്നു എന്നതും തോമസ് ഐസക് അടക്കമുള്ള മുൻ ധനകാര്യമന്ത്രിമാർ നേരത്തെ വ്യക്തമാക്കിയതാണ്. അത് ഗണ്ണിക്കാൻ, വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഗണ്ണിക്കാൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും കഴിയുന്നില്ല. അദ്ദേഹം ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞു പോവുകയാണ്. തോമസ് ഐസക് പറയുന്നത് എല്ലാം കള്ളമാണ്, തട്ടിപ്പാണ് തോമസ് ഐസക് പറയുന്നത് എന്ന്. അത് ആർക്കും, ഏത് രാഷ്ട്രീയ നേതാവിനും പറയാൻ പറ്റുന്നതാണ്, പറയുന്നതാണ്. പക്ഷേ വസ്തുതയുണ്ടോ, സമരത്തിൽ പറഞ്ഞ കാര്യം എന്താണ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെയാണ് ഖണ്ഡിക്കേണ്ടത്. അത് കഴിയുന്നില്ല പ്രതിപക്ഷ നേതാക്കൾക്ക്, മുൻ പ്രതിപക്ഷ നേതാവിനും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനും. ഇതാണ് ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ ആരോപണങ്ങൾ. ചുരുക്കത്തിൽ കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരെ ഒരു തെളിയിക്കാൻ കഴിയുന്ന ആരോപണവും ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയാതെ പ്രതിപക്ഷം ഇരുട്ടിൽ തപ്പുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചെറിയ കച്ചിത്തുരുമ്പെങ്കിലും കിട്ടിയാൽ അതിൽ കയറി പിടിക്കാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷം. പക്ഷെ അത് ഒരു കച്ചിത്തുരുമ്പ് പോലുമല്ല, വെള്ളത്തിൽ കാണുന്ന ഒരു വര മാത്രമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മറ്റു മാധ്യമങ്ങളും അത് ഉപേക്ഷിക്കുന്നത്. 1-2 ദിവസത്തേക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് എല്ലാവരും നോക്കുന്നുണ്ട്. പ്രതികരണങ്ങൾ എടുക്കാമല്ലോ. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം, മുൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം, UDF നേതാക്കളുടെ പ്രതികരണം. ഇനി ഏതെങ്കിലും CPM നേതാക്കൾ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചാൽ അത് മതി, അത് ഉപയോഗിച്ച് 2 ദിവസം വണ്ടി ഓടിക്കാം എന്നതാണ് നമ്മുടെ മാധ്യമങ്ങളും ശ്രമിക്കുന്നത്. എന്നാൽ ആത്യന്തികമായി ഇതെല്ലാം ചെന്ന് എത്തുന്നത് ഒരു കുഴിയിൽ തന്നെയാണ്, ഒന്നുമില്ലാത്ത വലിയ ശൂന്യതയിൽ തന്നെയാണ്.